ഹലോ വെൽക്കം ടു ദി ചാനൽ ടീച്ച് നോട്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് ഇൻവേഷൻ ആൻഡ് റെസിസ്റ്റൻസ് എന്ന ഫസ്റ്റ് ചാപ്റ്ററിലെ 16 മുതൽ 19 വരെയുള്ള പേജുകളിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ഇൻ ദ പ്രീവിയസ് വീഡിയോ വി ഹാവ് ലേൺഡ് അബൌട്ട് ഹൗ ദ കമ്പനി അറ്റൈൻഡ് ഡൊമിനൻസ് ഇൻ ഇന്ത്യൻ ടെറിട്ടറീസ്, പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ആൻഡ് ദ കമ്പനി, ആൻഡ് ദെൻ ദ ടാക്സ് പോളിസീസ് ഇംപ്ലിമെൻറ്റഡ് ബൈ ദ ബ്രിട്ടീഷ്. Today's video we are going to learn about how the British tax policies and economic policies affected the farmers and artisans, resistance against exploitation and from agriculture to rebellion. ഓരോന്നും ക്വസ്റ്റ്യൻ ആൻസേഴ്സിലൂടെ നമുക്ക് നോക്കാം. So let's move on to the video. Question number 32. What were the general features of the taxation systems implemented by the British? ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി സമ്പ്രദായങ്ങളുടെ പൊതു സവിശേഷതകൾ എന്തായിരുന്നു? ആൻസർ: ഹയർ ടാക്സ് റേറ്റ്, അതായത് ഉയർന്ന നികുതി നിരക്ക്; കമ്പൽസറി ടാക്സ്, നിർബന്ധിത നികുതി; ഡയറക്റ്റ് ടാക്സ് കളക്ഷൻ ഫ്രം ഫാമേഴ്സ്, കർഷകരിൽ നിന്ന് നേരിട്ടുള്ള നികുതി പിരിവ്; സീസിംഗ് ഫാം ലാൻഡ്സ് ഫോർ നോൺ പേയ്മെൻറ്റ് ഓഫ് ടാക്സസ്, നികുതി അടയ്ക്കാത്തതിന് കൃഷിഭൂമി പിടിച്ചെടുക്കൽ. നെക്സ്റ്റ് വൺ, ഹൗ ഡിഡ് ദ ബ്രിട്ടീഷ് ടാക്സ് പോളിസീസ് അഫക്റ്റഡ് ഫാമേഴ്സ്? ബ്രിട്ടീഷ് നികുതി നയങ്ങൾ കർഷകരെ എങ്ങനെ ബാധിച്ചു എന്നതാണ് ചോദ്യം. ആൻസർ നോക്കാം. ഫസ്റ്റ് വൺ, ഫാമേഴ്സ് ഫൗണ്ട് ഇറ്റ് ഡിഫിക്കൽട്ട് ടു പേ ദ ഹൈ ടാക്സസ്, അതായത് ഉയർന്ന നികുതി അടയ്ക്കാൻ കർഷകർക്ക് ബുദ്ധിമുട്ടായി. നെക്സ്റ്റ് പോയിന്റ്, ഈവൺ ഇഫ് ക്രോപ്സ് വർ ഡാമേജ്ഡ് ഡ്യൂ ടു ഫ്ലഡ് ഓർ ഡ്രോട്ട് ദർ വാസ് നോ ടാക്സ് റിലീഫ്, അതായത് വെള്ളപ്പൊക്കമോ വരൾച്ചയോ മൂലം വിളകൾക്ക് കേടുപാടുകൾ സംഭവിച്ചാലും നികുതി ഇളവ് ലഭിച്ചിരുന്നില്ല. നെക്സ്റ്റ് പോയിന്റ്, ഫാമേഴ്സ് ഹാഡ് ടു റിലൈ ഓൺ മണി ലെൻഡേഴ്സ് ടു അവോയ്ഡ് ലോസിംഗ് ദെയർ ഫാം ലാൻഡ്, കൃഷിഭൂമി നഷ്ടപ്പെടാതിരിക്കാനായിട്ട് കർഷകർക്ക് പണമിടപാടുകാരെ ആശ്രയിക്കേണ്ടതായിട്ട് വന്നു. ആൻഡ് ലാസ്റ്റ് വൺ, ഡെപ്റ്റ് റിഡൺ ഫാമേഴ്സ് ലോസ്റ്റ് ദെയർ ലാൻഡ്, കടബാധ്യതയിൽ മുങ്ങിയ കർഷകർക്ക് ഭൂമി നഷ്ടപ്പെട്ടു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ദ ബ്രിട്ടീഷ് എക്കണോമിക് പോളിസീസ് അഫക്റ്റ് ദ ലൈവ്സ് ഓഫ് ആർട്ടിസൻസ്? ബ്രിട്ടീഷ് സാമ്പത്തിക നയങ്ങൾ കരകൗശല വിദഗ്ധരുടെ ജീവിതത്തെ എങ്ങനെ ബാധിച്ചു? ആൻസർ: machine-made products from Britain were imported to India. Due to the competition with such products, the market for handicraft products such as cotton, silk, wool, cloths, pottery, leather and edible oil was lost. This led to the loss of employment for those engaged in handicrafts. Many were forced to give up their traditional occupations. ബ്രിട്ടനിൽ നിന്ന് യന്ത്രനിർമ്മിത ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തു. അത്തരം ഉൽപ്പന്നങ്ങളുമായുള്ള മത്സരം കാരണം പരുത്തി, പട്ട്, കമ്പിളി വസ്ത്രങ്ങൾ, മൺപാത്രങ്ങൾ, തുകൽ, ഭക്ഷ്യ എണ്ണ തുടങ്ങിയ കരകൗശല ഉൽപ്പന്നങ്ങളുടെ വിപണി നഷ്ടപ്പെട്ടു. ഇത് കരകൗശല വസ്തുക്കളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് തൊഴിൽ നഷ്ടമാകാനായിട്ട് കാരണമായി. പലരും അവരുടെ പരമ്പരാഗത തൊഴിലുകൾ ഉപേക്ഷിക്കാൻ നിർബന്ധിതരായി. നെക്സ്റ്റ് വൺ, ഫ്രം വിച്ച് നോവൽ റിട്ടൺ ബൈ ബങ്കിം ചന്ദ്ര ചാറ്റർജി ഈസ് അവർ നാഷണൽ സോങ് വന്ദേ മാതരം ടേക്കൺ? ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ ഏത് നോവലിൽ നിന്നാണ് നമ്മുടെ ദേശീയ ഗാനമായ വന്ദേ മാതരം എടുത്തിരിക്കുന്നത്? ആൻസർ: ആനന്ദമത്. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് നോൺ ആസ് ദ സന്യാസി റിബല്യൺ? വൈ ദിസ് റിവോൾട്ട് ഈസ് ഓൾസോ കോൾഡ് ദി സന്യാസി ഫക്കീർ റിബല്യൺ? സന്യാസി കലാപം എന്നറിയപ്പെടുന്നത് എന്താണ്? ഈ കലാപത്തെ സന്യാസി ഫക്കീർ കലാപം എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? ആൻസർ: The East India Company made no effort to solve the problem of famine in Bengal. Hence, the poor peasants and laborers fought against the British, and this revolt was supported by the sannyasis. So, these are known as Sannyasi rebellion. Along with the sannyasis, the fakirs also joined the revolt against the British, and so this revolt is also called the Sannyasi Fakir rebellion. ബംഗാളിലെ ക്ഷാമം പരിഹരിക്കാനായിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ശ്രമവും നടത്തിയില്ല. അതിനാൽ ദരിദ്രരായ കർഷകരും തൊഴിലാളികളും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. ഈ കലാപത്തിന് സന്യാസിമാരുടെ പിന്തുണ ലഭിച്ചതിനാൽ അതിനെ സന്യാസി കലാപം എന്ന് പറയുന്നു. സന്യാസിമാർക്കൊപ്പം ഫക്കീർമാരും ബ്രിട്ടീഷുകാർക്കെതിരായ കലാപത്തിൽ പങ്കുചേർന്നു. അതിനാൽ ഈ കലാപത്തെ സന്യാസി ഫക്കീർ കലാപം എന്നും വിളിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ പേഴ്സൺസ് ഹു ലെഡ് ദ സന്യാസി ഫക്കീർ റിബല്യൺ? സന്യാസി ഫക്കീർ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തികളുടെ പേര് പറയുക എന്നാണ് ചോദ്യം. ആൻസർ: ഭവാനി പഥക് ആൻഡ് മജ്നു ഷാ. നെക്സ്റ്റ് വൺ, വിച്ച് വാസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അഗ്രേറിയൻ റിവോൾട്ട് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് കൊളോണിയൽ റൂൾ? ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിനെതിരെ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക കലാപം ഏതാണ്? ആൻസർ: നീലം പെസൻറ്റ് റിവോൾട്ട് ഇൻ 1859. നെക്സ്റ്റ് വൺ, വാട്ട് ആർ ദ സർക്കംസ്റ്റാൻസസ് ദാറ്റ് ലെഡ് ടു ദ നീലം പെസൻറ്റ് റിവോൾട്ട്? നീലം കർഷക കലാപത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? ആൻസർ: ഫസ്റ്റ് പോയിന്റ്, ദ ബ്രിട്ടീഷ് പ്ലാന്റേഴ്സ്, ദാറ്റ് മീൻസ് ഇൻഡിഗോ പ്ലാന്റേഴ്സ്, ഫോഴ്സ്ഡ് ദ ഫാമേഴ്സ് ടു കൾട്ടിവേറ്റ് ദ ഇൻഡിഗോ പ്ലാന്റ്.
അമരി പ്ലാന്റ് ഫോർ ദി ഫാക്ടറീസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ വില്ലേജസ്. ഗ്രാമങ്ങളിൽ സ്ഥാപിച്ച ഫാക്ടറികൾക്കായിട്ട് ഇൻഡിഗോ പ്ലാന്റ്, അതായത് അമരി ചെടി കൃഷി ചെയ്യാനായിട്ട് ബ്രിട്ടീഷ് പ്ലാന്റർമാർ കർഷകരെ നിർബന്ധിച്ചു. നെക്സ്റ്റ് വൺ, ഇൻഡിഗോ പ്രൊഡ്യൂസ്ഡ് ഫ്രം ദി അമരി പ്ലാന്റ് കുഡ് ബി സോൾഡ് ഓൺലി ടു ദ ബ്രിട്ടീഷ്. അമരി പ്ലാന്റിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻഡിഗോ ബ്രിട്ടീഷുകാർക്ക് മാത്രമേ വിൽക്കാൻ കഴിയൂ. നെക്സ്റ്റ് വൺ, ദ ബ്രിട്ടീഷ് പെയ്ഡ് ലെസ് ദാൻ ദി മാർക്കറ്റ് പ്രൈസ് ഫോർ ദി ഇൻഡിഗോ ടു ദി ഫാമേഴ്സ്. ബ്രിട്ടീഷുകാർ കർഷകർക്ക് ഇൻഡിഗോയ്ക്ക് മാർക്കറ്റ് വിലയേക്കാൾ കുറവാണ് നൽകിയത്. ഇറ്റ് ലെഡ് ടു സിവിയർ ഫുഡ് ഷോർട്ടേജ്, എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് എക്കണോമിക് ഹാർഡ്ഷിപ്പ്. ഇത് കടുത്ത ഭക്ഷ്യക്ഷാമത്തിനും ചൂഷണത്തിനും സാമ്പത്തിക ബുദ്ധിമുട്ടിനും കാരണമായി. വിത്ത് ദ ഡിസ്കവറി ഓഫ് ആർട്ടിഫിഷ്യൽ ഡൈസ്, ദ ഡിമാൻഡ് ഫോർ ഇൻഡിഗോ ഡിക്രീസ്ഡ് ആൻഡ് പോവർട്ടി ഇൻക്രീസ്ഡ്. Left with no other option, the peasants turned to the path of agitation against the British. കൃത്രിമ ചായങ്ങൾ കണ്ടെത്തിയതോടെ ഇൻഡിഗോയുടെ ആവശ്യം കുറയുകയും ദാരിദ്ര്യം വർദ്ധിക്കുകയും ചെയ്തു. മറ്റ് മാർഗങ്ങളൊന്നുമില്ലാതെ കർഷകർ ബ്രിട്ടീഷുകാർക്കെതിരായ പ്രക്ഷോഭത്തിന്റെ പാതയിലേക്ക് തിരിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വർ ദ റിസൾട്ട് ഓഫ് നീലം പെസന്റ് റിവോൾട്ട്? നീലം കർഷക കലാപത്തിന്റെ ഫലങ്ങൾ എന്തായിരുന്നു? ആൻസർ, ഫാമേഴ്സ് അബാൻഡൻഡ് ദെയർ ഇൻഡിഗോ കൾട്ടിവേഷൻ. കർഷകർ ഇൻഡിഗോ കൃഷി ഉപേക്ഷിച്ചു. ഇൻഡിഗോ ഫാക്ടറീസ് വർ അറ്റാക്ക്ഡ്. ഇൻഡിഗോ ഫാക്ടറികൾ ആക്രമിക്കപ്പെട്ടു. പ്ലാന്റേഴ്സ് ക്ലോസ്ഡ് ഡൗൺ ദ ഫാക്ടറീസ്. അതായത് പ്ലാന്റർമാർ ഫാക്ടറികൾ അടച്ചുപൂട്ടി. ദെൻ ഇൻഡിഗോ കൾട്ടിവേഷൻ ഓൾമോസ്റ്റ് ഡിസപ്പിയർഡ് ഫ്രം ബംഗാൾ. ബംഗാളിൽ നിന്ന് ഇൻഡിഗോ കൃഷി ഏതാണ്ട് അപ്രത്യക്ഷമായി. നെക്സ്റ്റ് വൺ, അണ്ടർ ഹൂസ് ലീഡർഷിപ്പ് ഡിഡ് ദ നീലം പെസന്റ് റിവോൾട്ട് സ്റ്റാർട്ട്? നീലം കർഷക കലാപം ആരംഭിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? ആൻസർ, ദിഗംബർ ബിശ്വാസ് ആൻഡ് വിഷ്ണു ബിശ്വാസ്. നെക്സ്റ്റ് വൺ, ഹൂ ആർ സാന്താൾസ്? ആരാണ് സാന്താളുകൾ? ആൻസർ, സാന്താൾസ് ആർ എ ട്രൈബൽ പീപ്പിൾ ഹൂ മൈഗ്രേറ്റഡ് ടു ദ രാജ്മഹൽ ഹിൽസ് ഇൻ ബംഗാൾ പ്രൊവിൻസ് ഇൻ ദ 18th century. 18ാം നൂറ്റാണ്ടിൽ ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിലേക്ക് കുടിയേറിയ ഒരു ഗോത്രവർഗക്കാരാണ് സാന്താളുകൾ. നെക്സ്റ്റ് വൺ, വാട്ട് ആർ ദ സർക്കംസ്റ്റാൻസസ് വിച്ച് ലെഡ് ടു ദ സാന്താൾ റിബല്യൺ? സാന്താൾ കലാപത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? ആൻസർ, ലാൻഡ് ലോഡ്സ് അൺജസ്റ്റ്ലി എസ്റ്റോർട്ടഡ് ആൻഡ് യൂസറേഴ്സ് ലെൻഡ് മണി ആൻഡ് സ്നാച്ച്ഡ് ദെയർ ഗ്രെയിൻ ആൻഡ് ഫോറസ്റ്റ് റിസോഴ്സസ് ഇൻ എക്സ്ചേഞ്ച്. All this was done with the support of the British, so Sandals launched their struggles against the British. ഭൂവുടമകൾ അന്യായമായി പിടിച്ചുപറി നടത്തുകയും പലിശക്കാർ പണം കടം കൊടുക്കുകയും പകരം അവരുടെ ധാന്യങ്ങളും വനവിഭവങ്ങളും തട്ടിയെടുക്കുകയും ചെയ്തു. ഇതെല്ലാം ബ്രിട്ടീഷുകാരുടെ പിന്തുണയോടെയാണ് ചെയ്തത്. അങ്ങനെ സാന്താളുകൾ ബ്രിട്ടീഷുകാർക്കെതിരെ അവരുടെ പോരാട്ടങ്ങൾ ആരംഭിച്ചു. നെക്സ്റ്റ് വൺ, നെയിം ദ പേഴ്സൺസ് ഹൂ ലെഡ് ദ സാന്താൾ റിബല്യൺ? സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തികളുടെ പേര് പറയുക. ആൻസർ, സിദ്ധു ആൻഡ് കാൻഹു. നെക്സ്റ്റ് വൺ, നെയിം ദ പ്ലേ റിട്ടൺ ബൈ ദിനബന്ധു മിത്ര ഇൻ 1860 ബേസ്ഡ് ഓൺ ദ മിസറീസ് ഓഫ് ഇൻഡിഗോ ഫാമേഴ്സ് ഇൻ ബംഗാൾ. ബംഗാളിലെ ഇൻഡിഗോ കർഷകരുടെ ദുരിതങ്ങളെ ആസ്പദമാക്കി 1860 ദിനബന്ധു മിത്ര എഴുതിയ നാടകത്തിന്റെ പേരെന്ത്? ആൻസർ, നീൽ ദർപ്പൺ, ദ ഇൻഡിഗോ പ്ലാന്റിംഗ് മിറർ. സോ ദാറ്റ്സ് ഓൾ ടുഡേയ്സ് വീഡിയോ. ഇനി അടുത്ത ഭാഗങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നതുവരേക്കും ബൈ.